God. ചിന്തിച്ചുകൊണ്ടിരുന്നത് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ 26-ാം വാക്യമാണ്. Let's open Luke chapter 5 verse 26. That's what we were meditating this morning. നിങ്ങൾ ഒരു അപൂർവ കാര്യങ്ങൾ കാണുവാനിടയായി. So here the people are saying that they have seen a remarkable things today. നമ്മൾ ആ കാര്യമാണ് രാവിലെ ഇവിടെ ചിന്തിക്കുവാനിടയായി. That's what we were meditating upon. ഇന്ന് നാം ഒരു അപൂർവ കാര്യം കണ്ടു. We have seen remarkable things today. അപൂർവ കാര്യത്തിനകത്ത് ഒന്ന് രണ്ട് ഞങ്ങളുടെ അനുഭവം ഞാൻ ഇന്ന് രാവിലെ അവിടെ ഷെയർ ചെയ്യുവാനിടയായി. So there were two testimonies that I shared along with the message this എന്താണ് ഈ morning. അപൂർവ കാര്യം എന്ന് പറയുന്നത്? What is meant by the remarkable രാവിലെ പറഞ്ഞ things? വാക്കുകൾ ഒന്ന് കമ്പിവാചകം പോലെ വേഗം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മെസ്സേജിലേക്ക് തന്നെ തിരികെ കടന്നു വരും. Let me repeat what I told you this morning and then immediately I'll get back to this നമ്മുടെ ബുദ്ധി message. കൊണ്ട് നമ്മുടെ ജ്ഞാനം കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു കിട്ടുമ്പോൾ നമ്മൾ ഇതിനെ അപൂർവം എന്ന് പറയാറുണ്ട്. When we get something that we cannot achieve with our capability or strength, then we call it as a remarkable thing. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയുടെ സമയം ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾക്ക് വ്യക്തിപരമായി പറയുവാൻ കാര്യമുണ്ട്. അനേക അത്ഭുത കാര്യങ്ങൾ, അപൂർവ കാര്യങ്ങൾ ഞാനും നിങ്ങളും പ്രാപിച്ചവരാണ്. I'm pretty sure that we do have the same testimony where we can say I have seen the remarkable things of God. ദൈവം ഞങ്ങൾക്ക് തന്ന ചില സംഭവങ്ങൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു. I've shared my testimony this morning. ഒരു കാര്യം കൂടി അപൂർവ കാര്യത്തിൽ പറയുമ്പോൾ എൻ്റെ സാക്ഷി ഒന്ന് പറഞ്ഞിട്ട് വചനത്തിലേക്ക് വരാം. I would like to add one more testimony before I get into this word. ഞങ്ങൾ ആദ്യമായിട്ട് ഹൈദരാബാദിൽ ഒരു പുതിയ പ്രവർത്തന ഏരിയ എടുത്തു. So when I was in Hyderabad, that is when I got into a place where the ministry was completely new. ആ സമയത്ത് ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിന്മേൽ എല്ലാവർക്കും ഉണ്ടാകുന്നതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. So there were a lot of troubles, lot of problems that we had at the beginning. ഒരു ദിവസം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ, so one day after Sunday service, നമ്മുടെ വീട്ടിൽ പലരും കടന്നു വന്നു. അരിയെല്ലാം തീർന്നു പോയി. So a few of them have come for the lunch and then we were short of rice. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു പോയി. Everybody had their portion of lunch. എങ്കിലും എനിക്ക് ഒരിടത്തും അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം അന്നുമില്ല, ഇന്നുമില്ല. So even back in those days I used to just do something for God. ഞാൻ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ആരാണ്ടോട് പറഞ്ഞൊരു കാര്യമുണ്ട്. I told someone when I just got down from the flight. ഞാൻ വേർക്കാത്ത ദിവസം ഈ ഫ്ലൈറ്റിൽ നിന്ന് അമേരിക്ക വന്നിട്ട് വാ. So this is the only day where I did not sweat. ബാക്കി എല്ലാ ദിവസവും ഞാൻ വേർക്കും. For all the other days I usually do something or the other. എവിടെയെങ്കിലുമൊക്കെ പ്രവർത്തനത്തിന് വേണ്ടി പോകും. So if there is something that I need to do with ministry, I always go for that. ഉപവാസമായാലും ഞാൻ വേർക്കും. ഉപവാസമായാലും വേർക്കും. So even if it is a fasting prayer, I still sweat. പ്രസംഗിക്കുന്നവരെ ഓട്ടോമാറ്റിക്കായിട്ട് വേർത്തു പോകും. So even if I preach, I still sweat. അങ്ങനെയെങ്കിൽ വേർക്കാത്ത ദിവസം ഈ ദിവസങ്ങൾ മാത്രമേ. So if there are days wherein I did not sweat, that is in America. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച, so one day after the Sunday service, ഉച്ച കഴിഞ്ഞ് ഞാനിങ്ങനെ ട്രാക്റ്റുമായിട്ട് ഹൈദരാബാദിന്റെ പരിസര പ്രദേശത്ത് ഞങ്ങളുടെ ചുറ്റുപാടിലൊക്കെ ഇങ്ങനെ പോകുവാനിടയായി. I was distributing the tracts to all our neighbors. അപ്പോൾ ജെയിംസ് ചാൻ ഓർക്കും ഇന്ന് രാവിലെ പറഞ്ഞതായിരിക്കും, ഇല്ലയോ ജെയിംസ് ചാൻ? ഇത് വേറെയാ കേട്ടോ, ഒത്തിരി ഉണ്ട്, ഇത് വേറൊന്നാണ്. അപ്പോൾ ലിസൺ ചെയ്യാം. This is another testimony that I would like to share, not the one which I shared this morning. അപ്പോൾ ഞാൻ ട്രാക്റ്റുമായിട്ട് പോയപ്പോൾ ഭാര്യ സഹോദരി പറഞ്ഞു, ഇന്ന് വൈകിട്ടത്തേക്ക് ആഹാരം വെക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. So when I went to distribute the tracts, my wife told me that we don't have anything for dinner tonight. ഞാൻ പറഞ്ഞു, ആരോടും പറയണ്ട കേട്ടോ. I said, do not reveal this to anybody else. ദൈവം വിശ്വസ്തനാ. I said, God is faithful. കാരണം ഒരു ഉപദേശിയാകാൻ വേണ്ടി ഞാൻ ഒരു സെൻട്രൽ പാസ്റ്റർ മോനായിട്ട് ജീവിച്ച ആളല്ല. I was not born as a pastor's child to be into this ministry. ആരെങ്കിലും എന്തെങ്കിലും തരുമെന്നുള്ള ചിന്തയിൽ ഞാൻ ഉപദേശി ആയതുമല്ല. I was not expecting somebody to give me something. വ്യക്തമായ രീതിയിൽ ദൈവ ശബ്ദം കേട്ടിട്ട് ഇറങ്ങി തിരിച്ചതാ. I heard the voice of God and that's how I stepped into ministry. ഞാൻ ഭാര്യ അടുത്ത് പറഞ്ഞു, ആരോടും പറയണ്ട. That's why I told her, do not reveal this to anyone. അങ്ങനെ ട്രാക്റ്റ് എടുത്തോണ്ട് പോയി. So I started distributing tracts. വിതരണം കഴിഞ്ഞ ഒരു 7 മണിയായപ്പോൾ തിരികെ വരിക. So while I was on my way back home, ഞാൻ നോക്കിയിട്ട് ഞങ്ങളുടെ ഇവിടെ ഹൈദരാബാദിലാണ് ഈ 7 മണിയൊക്കെ ആകുമ്പോൾ സന്ധ്യയാകും.
So around 7 p.m. So that was dark there. ഇവിടെ 8 മണി ആയാലും സന്ധ്യയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. So even if it is 8 o'clock now, still I see sunlight there. അപ്പോൾ അല്ലിയ ഇങ്ങനെ ഒരു ചെറിയ സന്ധ്യമയക്കമായി. So it was an evening. അപ്പോൾ എനിക്ക് വലിയ വീലുള്ള വണ്ടിയാണ് സൈക്കിളാ. So back then I had a cycle. ഞാൻ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ട്രാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തിരികെ വരിക. So I was cycling and I was distributing the tracts. ഒരു തരിശായ ഒരു ഭൂമിയിൽ കൂടി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് പനയൊക്കെ നിൽപ്പുണ്ട്, ആ പനയുടെ ഒക്കെ നടുക്കൂടി ഞാൻ ഇങ്ങനെ കയറി വരിക. So that was a deserted place. So I was just traveling alone. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഓർമ്മ, വീട്ടിൽ അരിയില്ലല്ലോ, ഇപ്പൊ എങ്ങനെയാ പോകുന്നത്? So while I was cycling back home, that's when I understood that we don't have anything for dinner tonight. മക്കൾ രണ്ടുപേരും ഉണ്ട്. So back in those days I had 2 kids. ഞാനൊരു കാര്യം ചിന്തിച്ചു. Then I thought, ഈ തരിശു ഭൂമിയിൽ ഒരു പനയുടെ അടുക്കൽ മാറിയിരിക്കാം. Then I thought, okay, let me rest up somewhere now. രാത്രിയാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങി കഴിവനിച്ച് കയറി കിടന്ന് ഉറങ്ങാമല്ലോ. So then I thought, okay, let me do one thing. Let me stop my cycle here. Let me rest up somewhere here so that my children will sleep and then I can go back home. അങ്ങനെ ഞാൻ ചിന്തിച്ച് മുന്നോട്ട് സൈക്കിൾ ചവിട്ടി ഇങ്ങോട്ട് വരിക. So I was just filled with random thoughts and I'm cycling. അപ്പോൾ ഒരു ചെറിയ കാറ്റടിക്കുന്നു. And that's when a wind blew. ഞാനിങ്ങനെ സൈക്കിളിൽ കൂടി മുന്നോട്ട് നോക്കിയപ്പോൾ ഒരു കാറ്റടിക്കുന്നു, കാറ്റിൽ കൂടി 100 രൂപ പറന്നു വരുന്നു. So I was cycling and I saw there was a breeze that was blowing and I saw 100 rupees currency that is flying. വിശ്വസിക്കാൻ പാടുണ്ടല്ലയോ? I know that it is not easy to believe. വിശ്വസിക്കാൻ പാടുള്ളൊരു മാത്രം കൈപൊക്കിക്കേ. If you think this is not if you think that is hard to believe, please raise your hand. ഒരു 100 രൂപ പറന്നു വരിക. 100 rupee note is flying. എൻ്റെ സൈക്കിളിന്റെ ടയറിൽ വന്നു. And it came and it stuck to the wheel of my cycle. അവിടെ ഇറങ്ങി. I got on from my എൻ്റെ cycle. കണ്ണെത്താവുന്ന ദൂരം മുഴുവനും ഞാൻ നോക്കി. I looked around. ആരെങ്കിലും ഉപദേശിമാരെ കളിയാക്കാനായിട്ട് എറിഞ്ഞു വിട്ടതാണോ? To see if somebody did it on purpose. എൻ്റെ കണ്ണെത്താവുന്ന എല്ലാ ദൂരങ്ങളിലും നോക്കിയിട്ട് ആരെയും കണ്ടില്ല. I looked at everywhere but I did not find anyone. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ പോക്കറ്റ് വേറെ കാശില്ലായിരുന്നു? Then you can ask, do you have money in your pocket? 2 രൂപ 25 പൈസ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. I just had 2 rupees and 25 paise. അന്ന് 1 കിലോ അരി വാങ്ങിക്കണേ 15 രൂപ വേണം. So in those days I needed 15 rupees to buy a kg of rice. ഈ 2 രൂപ 25 പൈസ ഇട്ടിരിക്കുക എന്തിനും ചോദിച്ചാൽ, so why did I have 2 rupees 25 paise with അന്ന് me? ഞങ്ങളുടെ ഹൈദരാബാദിൽ ഒരു ചെറിയ പാക്കറ്റ് പാല് വാങ്ങിക്കുന്ന 1.25 രൂപ, 1 രൂപ 75 പൈസ മാത്രമേ ഉള്ളൂ. So if I need to buy a packet of milk, I need to pay 1 rupee and 75 paise. ആരെങ്കിലും വന്നാൽ നമ്മുടെ മാന്യത നിർത്തണം, അതുകൊണ്ട് ആ പൈസ അവിടെ ഇരുന്നോട്ടെ. So that's the reason why I used to preserve around 2 rupees 25 paise in my purse. If somebody comes into our house, we need to give them something. അതിനു വേണ്ടി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുക. So that's why I preserved that. ഈ 100 രൂപ ടയറിൽ വന്ന് കൊണ്ടു. So then I saw this 100 rupee. ഞാൻ ആ പൈസ കുനിഞ്ഞെടുത്തു. God stuck into my wheel. എൻ്റെ കണ്ണെത്താവുന്ന ദൂരത്തെല്ലാം ഞാൻ നോക്കുവാനിടയായി. I picked that up and I searched everywhere ആരെയും കണ്ടില്ല. to see if somebody did it on അവിടെ purpose. നിന്നുകൊണ്ട് തരിശു ഭൂമിയിൽ നിന്നുകൊണ്ട് ഒറ്റ കാര്യം പറഞ്ഞു. And then that is when I prayed. ഏലിയാവിന്റെ ദൈവം, I said that the God of Elijah is my God. ഏലിയാവിന്റെ ദൈവം എൻ്റെ ദൈവം. The God of Elijah is my God. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഈ 100 രൂപ പിടിച്ചിട്ട് ഞാൻ ആ ഹൈദരാബാദ് മൊത്തം വാങ്ങിച്ച ഒരു പ്രൗഡായിരിക്കും ഉണ്ടായത്. So when I got this 100 rupees, the happiness that I had was like I bought Hyderabad completely with this 100. I took this money with me. സ്തോത്രം പറഞ്ഞു. I thank God for that. അവിടെ മുതൽ അന്യഭാഷയിൽ അങ്ങോട്ട് ആരാധിച്ചു. And then I started worshiping God in tongues. ആരാധിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ഒരു കടക്കറി 5 കിലോ അരി വാങ്ങിച്ചു. And then I came to a store and I bought 5 kgs of rice. 75 രൂപ അരിക്ക് മാറ്റി വെച്ചു. So around 75 rupees I spent that and I bought rice. 10 രൂപ ദശാംശവും മാറ്റി വെച്ചു. I gave 10 rupees as tithe. 85 രൂപ അങ്ങ് ചെലവായി. So I spent around 85 ബാക്കി എൻ്റെ rupees. 15 രൂപയുണ്ട്. So I had the balance of 15 rupees. നിങ്ങൾ ആരുടെ അടുത്ത് പറയരുത് കേട്ടോ. മോനെ ഇത് ഓൺ ചെയ്തിരിക്കുകയാണോ? On Zeriya. ഓഫാണോ? പുറത്തൊന്നും പോകത്തില്ലല്ലോ. പോയാലും കുഴപ്പമില്ല, എങ്കിലും മറ്റാരും പറയരുത്. കാരണം അമേരിക്ക വന്ന് നമ്മൾ ദാരിദ്ര്യം വരുന്നു, അതൊന്നും വേണ്ട. അപ്പോൾ ബാക്കി 15 രൂപയുണ്ട്. So I had 15 rupees in my pocket. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ?
ഞാൻ അവിടുന്ന് കടയിൽ നിന്ന് ഒരു വലിയ കവർ വാങ്ങിച്ചു. So I bought a big cover. കവർ വാങ്ങിച്ചിട്ട് അങ്ങനെ എന്നോട് ചോദിച്ചു, എന്തിനാ കാലി കവറെന്ന് ചോദിച്ചു. So I bought a big bag. ഞാൻ നമ്മുടെ തെലുങ്കിൽ അങ്ങോട്ട് പറഞ്ഞു, ഏത് അവസരം ഒന്നെന്ന് പറഞ്ഞു ഞാൻ తీసుకొచ్చి കൊണ്ടുവന്നു. So I just said that I need it for some എന്നിട്ട് ഞാൻ purpose. മാർക്കറ്റിലോട്ട് പോയി നോക്കി. I went out. മാർക്കറ്റിൽ നോക്കിയപ്പോൾ പച്ചക്കറികളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. So I went out in search of vegetables. ഒരു 20-25 വർഷത്തിന് മുൻപ് ഞങ്ങളുടെ അവിടെയൊക്കെ പച്ചക്കറി ഇങ്ങനെ ഓരോ രൂപയ്ക്ക് ഇങ്ങനെ ഓരോ കുമ്പയായിട്ട് വെക്കുവാനിടയാണ്. So back in those days, they used to sell vegetables on the floor. They used to put the vegetables on the floor and they used to sell it. ഒരു എന്താ പറയാ, ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ 5-6 കൂട്ടം സാധനം ഓരോ രൂപയുടെ വാങ്ങിച്ചതിനകത്ത് കിട്ടും. So I bought different vegetables of 1 rupee each and I packed everything. എന്താ അത്ര സ്പീഡിൽ വാങ്ങിക്കാൻ കാരണം? Why did I buy it so quick? എന്നെ പരിചയമുള്ളവരാരും കാണരുത്. Because I didn't want anybody to see what I'm doing now. ഈ പാസ്റ്റർ ഒരു സാധനം തിന്നോട് നടക്കുന്ന ആരും പറയരുത്. So because I didn't want my people, my believers to say that my pastor. സൈക്കിൾ ചവിട്ടി അരിയും വാങ്ങിച്ചു പച്ചക്കറി വാങ്ങിച്ചോട് വീട്ടിൽ വന്നു. So then I started cycling and I came back home. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. And my wife was praying for me. ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവം. I told her that the God of Elijah is still our God. എൻ്റെ ഈ അനുഭവം കേട്ടിട്ട് സന്തോഷമുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. So if you are really happy, can you praise God for this? ഏലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവം. So the God of Elijah is still our God. ഇന്ന് വായിച്ച വാക്യം എന്താണെന്നറിയാമോ? So the words that we read. ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടുവല്ലോ. We have seen remarkable things today. അതുപോലെ ഇഷ്ടംപോലെ അപൂർവ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. So we have seen lot of remarkable and extraordinary things. ഇന്ന് രാത്രിയുടെ സമയം ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ. So all those who are seated before me. ദൈവമേ ഈ 2026 So this 2026. മെയ് മാസം എൻ്റെ ജീവിതത്തില് ഒരു അപൂർവ കാര്യത്തിന് സാക്ഷ്യം വഹിപ്പാൻ എന്നെയും എൻ്റെ കുടുംബത്തെ ഇടയാക്കണമെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട് മക്കളെ? How many of you can say that, Lord, I'm in the month of May 2026 and I want to see something remarkable today. അപ്പോൾ ഇവിടെ ഒരു രോഗിയായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്നതാണ് നമ്മൾ കാണുവാനിടയാകുന്നത് ഈ ഭാഗത്ത്. So we see that Jesus is healing a paralyzed man. ഒരു പക്ഷപാത രോഗിയാണ്, അവനെ 4 പേർ കൊണ്ടുവരുന്നു. A paralyzed man was brought by 4 of his friends. സൗഖ്യം പ്രാപിക്കുവാനുള്ള കാരണം എന്തൊക്കെയാണ്? So we were understanding, meditating upon why did this remarkable things happen. 3-4 കാര്യങ്ങൾ അവിടെ പറയുവാനിടയായി. So this morning I shared around 3 points. ഒന്നാമതായിട്ട് അവർ ഒന്നിക്കുവാനിടയായി. Point number 1, they were united. രാവിലെ പറഞ്ഞ കാര്യമാണ്. This is what I shared this morning. അവർ ഒന്നിക്കുവാനിടയായി. They were united in one purpose. രണ്ടാമതായിട്ട് അവർ ഒന്നിച്ച് പക്ഷപാത രോഗിയെ പിടിക്കുവാനിടയായി. The second point is that they had a same objective, that is bringing this paralyzed man. മൂന്നാമതായിട്ട് അവർ ഒരു വഴി, പുതിയ ഒരു വഴി നോക്കുവാനിടയായി. And the third point is, when they couldn't find a way for them to present this man to Jesus, they found a new way. നാലാമതായിട്ട് അവർക്ക് 4 പേർക്കും ഒരേ വിശ്വാസമായിരുന്നു. And the fourth point that I shared was 4 of them had the same vision and the same faith. ഈ 4 കാര്യം ഞാൻ പറയാം. So these are the 4 points that I shared this morning. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവെക്കുന്നു. So they presented him before Jesus. യേശു ഈ 4 പേരുടെ വിശ്വാസം കണ്ടിട്ട്, So when Jesus saw the faith of these 4 men, അവനെ സൗഖ്യമാക്കുവാനിടയായി. Jesus healed him. യേശു പറയാണ്, Jesus is saying, നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. here Jesus is saying that take your mat and walk. നിന്റെ കിടക്കയെടുത്ത് നടക്കാനെന്ന് പറയാം. Take your mat and go home. എന്താണ് അലിയവനോട് കിടക്കയെടുത്ത് നടക്കാൻ പറയാൻ? Why did Jesus ask him to take your mat and go home? നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോകണം. So why was Jesus stressing on him to go to നിന്റെ home? കിടക്കയെടുത്ത് നീ വീട്ടിലേക്ക് കടന്നു പോകണം. Here Jesus is stressing him to go to ഏത് home. വീട്ടിൽ നിന്ന് ദുഃഖത്തോടു കൂടി നീ ഇറങ്ങി തിരിച്ചു പോ. So the house that you have departed അവിടെ with. നീ വിടുതലുമായി ചെല്ലുവാനിടയാകണം. So when you departed from your house, you were ഇന്ന് filled പകൽ with sorrow. സമയം ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞേ, But now you should return with നീ a ഏത് joy. വിഷയവുമായി ദൈവസ്ഥനാൽ കടന്നു വന്നിട്ടുണ്ടോ? But today this is the message for the people ഒരു who are വിടുതൽ here. പ്രാപിച്ചിട്ട് മാത്രമേ ഭവനത്തിലേക്ക് പോകാവൂ. Today when you depart to your home, you should also see a remarkable thing and then you should step back to your house. അവരോട് പറയാണ്, നീ
നീ വീട്ടിലേക്ക് പോ. Here Jesus is asking him to go back to home. വീട്ടുകാരെല്ലാം തള്ളപ്പെട്ടവരായിരുന്നേക്കാം. So probably he might be left out by everybody in his family. നമുക്ക് മറ്റൊരു കാര്യം കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ Let's read John chapter 5. അവിടെയാണെങ്കിൽ 38 വർഷം രോഗിയായ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. So we see that there was a man who was at the pool for 38 years. യേശു മനസ്സലിഞ്ഞിട്ട് And Jesus looked at him അവനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് നടക്ക. and asked him, pick up your mat and walk. പിന്നെ നമുക്ക് മറ്റൊരാളെ കാണുവാൻ കഴിയുന്നുണ്ട്. And there is another instance where we see പിശാചിനാൽ ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന്. So there was a demon possessed man. ബാധിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ യേശുവിനെ എടുക്ക പറയാ, യേശുവേ ഞാനും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. So when he was healed, he asked Jesus, can I come along with you? യേശു പറയാണ്, നീ വരണ്ട, നീ വീട്ടിൽ പോകാനെന്ന് പറഞ്ഞു. And Jesus told him that you can go back to your home. അവൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ വീട്ടിൽ ചെന്ന് സാക്ഷ്യം പറഞ്ഞു. He went back to his home and he also testified. ദേശം മുഴുവൻ അവനെ യേശുവിനെ വാർത്ത അറിയിച്ചു. He went back to his country and he preached about Jesus. മൂന്ന് കാര്യങ്ങളുണ്ട് ദൈവജനമേ. So these are the three different instances. നടക്കുന്ന വഴിയിൽ സാക്ഷിയായിരിക്കണം. So the three different miracles that we see here signifies three different ways God is expecting something from us. ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ പറഞ്ഞു ഇവിടുത്തെ ദൈവമക്കൾ ഭയങ്കര ആരാധനക്കാരെന്നൊക്കെയാ പറഞ്ഞത്. Yesterday night I said that the people over this church, they praise and they worship Lord. ഞാൻ പോകുന്ന വരെ തിരിച്ചു പറയിപ്പിക്കരുത്. So don't let me say the opposite of it now. ഇന്ന് പകൽ സമയം, ഇന്ന് രാത്രിയുടെ സമയം ഒരു കാര്യം ഓർക്കട്ടെ. This night, ഞാനും നിങ്ങളും വിടുതൽ പ്രാപിച്ചു എങ്കിലാ. today if we have received a miracle, കർത്താവിന് സാക്ഷ്യം വഹിക്കട്ടെ. if we have received a healing from God, we should start testifying the place where we go to. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമേ അങ്ങനെ വിടുവിച്ചതാ. We should start saying, God healed me. എനിക്ക് അങ്ങയുടെ സാക്ഷിയാകണം. ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ അങ്ങേക്ക് സാക്ഷിയാകും. And that's why I want to testify you wherever I go to. രണ്ടാമതായിട്ട് അലിയ യേശു പറയാണ്, നീ വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞു മറ്റൊരു രോഗിയോട്. So there was another instance where Jesus said, go back to your home. നീ നടക്കുന്ന പാതയിൽ മാത്രമല്ല നിന്റെ ഭവനത്തിലും നീ സാക്ഷിയായിരിക്കണം. So not only the way that you go, the house that you stay, you should testify. പിന്നെ ഒരുവനോട് പറയുകയാണ്, നീ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയാ, സാക്ഷ്യം വിടുതൽ പ്രാപിച്ചാണ് തെക്കപ്പോലി സ്ഥലങ്ങളെല്ലാം അവൻ സാക്ഷീകരിപ്പാനടിയായി. And the third person, he went and he testified throughout his country. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ, ഇന്ന് രാത്രിയുടെ സമയം ഒരു കാര്യം ഓർക്കട്ടെ. Tonight, ദൈവത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ, the people of God who have received കർത്താവിന് സാക്ഷ്യം വഹിക്കണം. the healing of God, we should testify his miracle. കർത്താവിൽ നിന്നും വിടുതൽ പ്രാപിച്ച വലിയ ദൈവമക്കൾ ഭവനത്തിൽ സാക്ഷിയായിരിക്കണം. The first point is wherever we go, we should testify. The second one is we should testify him in our homes. കർത്താവിൽ നിന്നും വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ നാട്ടിൽ സാക്ഷ്യമായിരിക്കണം. And the third point is we should testify about him in the place where we are located. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിച്ചാൽ, Luke chapter 5, ഇത് ഏത് സ്ഥലത്ത് വെച്ചാണ് നടന്നു എന്ന് നമുക്ക് കാണുന്നില്ല. we don't see where this incident has taken place. അത് കാണണമെങ്കിൽ മാർക്കോസിന്റെ സുവിശേഷത്തിലേക്കാണ് വരുവാനിടയാകണം. We should go back to മാർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, chapter 2 verse 1, വായിച്ചാം. മതി. അപ്പോൾ നോക്കിക്കാട്ട്, അവൻ ഇതൊരു നടന്നത് കബർനഹൂമിലാണ് നടക്കുവാനിടയായത്. So the same healing is mentioned here and the place is Capernaum. അപ്പോൾ ഈ കബർനഹൂം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? What is the meaning of Capernaum? ആശ്വാസത്തിന്റെ വലിയ ഗ്രാമമാണ്. So the village of comfort. നോക്കിക്കോണേ, ഇത് എവിടെ നടന്നറിയോ? കബർനഹൂമിലാണ് നടന്നത്. So where did this miracle take place? ഈ കബർനഹൂം എന്ന വാക്കിന്റെ അർത്ഥം, Capernaum, the meaning of Capernaum is ആശ്വാസത്തിന്റെ ഗ്രാമമാണ്, the village of comfort. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സമയം ഞാൻ ഒരു കാര്യം പറയട്ടെ. If that's the case, I would like to share. അനേകർക്ക് ആശ്വാസത്തിന്റെ വലിയ ഹോളായി മാറുവാനിടയാകട്ടെ. Let our church, let this Bika church be a house of comfort for many people in Tulsa. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ
1-2 വാക്യം വായിക്കുമ്പോൾ ഈ കവർന്നഗോമിനെ പറ്റി അവിടെ ഒരു പ്രവചനം എഴുതിയിട്ടുണ്ട്. Isaiah chapter 9 verse 1 and 2. If we read that, we see a prophecy is written about this place. വായിച്ചോ മോളെ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽവഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡപത്തിന് മഹത്വം വരുത്തും. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഗലീല ദേശത്തിന്റെ ഒരു ഭാഗമാണ് കവർന്നഗോം. So there we see that, but in the future he will honor the Galilee of the nations. അപ്പോൾ ഈ കവർന്നഗോമിൽ യേശു ചെല്ലുവാനുള്ള കാരണം, So there we see that Capernaum is a part of Galilee. യേശുവിന്റെ ജനനത്തിന് മുൻപേ So the reason why Jesus went there യെശയ്യാവ് പ്രവചനത്തിൽ കൂടി അറിയിക്കുവാനിടയായി is because Isaiah prophesied right before his birth കവർന്നഗോമിന്റെ ഇരുണ്ട അവസ്ഥ മാറുവാനിടയാകും. that there will be a light that will be shining in this place. ദൈവമക്കൾ അറിയട്ടെ, Today we should ഞാൻ understand നിങ്ങളൊരു one thing. കവർന്നഗോമായി മാറട്ടെ. We should change our place as a Capernaum. ദൈവം ഒരു പ്രവചനം തന്നു എങ്കിൽ, If God has given you a ദൈവം prophecy, ഒരു ആലോചന തന്നു എങ്കിൽ, if God has given you a അത് word, നിവർത്തീകരിപ്പാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഈ ദേശത്താക്കിയിരിക്കുന്നത്. ഉറച്ചു വിശ്വസിക്കട്ടെ. so we should believe and we should hold on to that, and that's why God has established us in this place. സ്തോത്രം. ദൈവം ഒരു ആലോചന തന്നാൽ If God has given us a promise, നിവർത്തീകരിക്കും. He will fulfill it. എത്ര പേർക്ക് പറയാനുണ്ട്? How many of you can say that? ദൈവം ഒരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ, If God has given us a ദൈവം ഒരു promise, പ്രവചനം തന്നിട്ടുണ്ടെങ്കിൽ, if God has given us a അത് prophetical word, നടക്കുവാനിടയാകും. it will happen. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയുള്ള സമയം ദൈവമക്കൾ പറയട്ടെ, Today, how many of you can say along with me, അപൂർവ കാര്യം ഈ ഉപവാസ പ്രാർത്ഥന നടക്കുവാനിടയാകട്ടെ. Lord, let that remarkable thing happen in my place. ഹല്ലേലൂയ, സ്തോത്രം. ഈ യേശുവിനെ സ്വീകരിപ്പാൻ അനേക ദേശങ്ങൾ അവിടെയുണ്ട്. So we see that there are a lot of places to യേശു invite ജനിച്ച Jesus. ബേത്ലഹേമുണ്ട്. We know that Jesus was born in യേശു Bethlehem. അല്ലയോ വളർന്ന നസറേത്തുണ്ട്. We know that Jesus was raised in Nazareth. ഹല്ലേലൂയ, യേശു കൂടെ കൂടെ പോകുന്ന യെരുശലേമുണ്ട്. And we know that Jesus used to visit പക്ഷേ അവിടെയൊന്നും Jerusalem. യേശു പോയില്ല. But Jesus never went back there. യേശു അവിടെയൊക്കെ പോയെങ്കിലും അവിടെ പാർത്ത് അല്ലയോ അവൻ അധികം വേല ചെയ്തതായിട്ട് കാണുന്നില്ല. So Bible doesn't say that Jesus went back to those places again and അവൻ again. കവർന്നഗോമിലാണ് പോയത്. But for Capernaum, he always used to return എന്താണ് back. കാരണം എന്ന് ഞാൻ പറഞ്ഞു. And why did he ഒരു come back? പ്രവചന നിവർത്തീകരണം നടക്കണം. Because the fulfillment ഇന്ന് of a രാത്രിയുള്ള prophecy. സമയം എത്ര പേർക്ക് പറയുവാനുണ്ട്? So today, how many of you can say എൻ്റെ along with മേൽ ഒരു me, പ്രവചനമുണ്ട്. I have a prophetical word എൻ്റെ on മേൽ ഒരു me. ദൈവാലോചനയുണ്ട്. I have a prophetical word അത് in my hand. നിവർത്തീകരിക്കുന്ന, അത് നിവർത്തീകരിക്കുന്ന So until that gets ഒരു fulfilled, രാത്രിയായി മാറട്ടെ. let this night be the night wherein that prophecy gets fulfilled. Praise the Lord. രണ്ടാമതായിട്ട് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ 40-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. Point number 2, Luke chapter 2 verse 40. No, 4. 4:40. സൂര്യൻ അസ്തമിക്കുമ്പോൾ ജ്ഞാനാവാദികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും അവരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവർ ഓരോരുത്തരുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു മതി. പറഞ്ഞത്. അടുത്തതായിട്ട് ഈ കവർന്നഗോമിന്റെ മറ്റൊരു പ്രത്യേകത പറയാം. So this is the another speciality of this place. കവർന്നഗോമിന്റെ മറ്റൊരു പ്രത്യേകത, അവർ ഒത്തിരി ആവശ്യത്തിന് മധ്യത്തിലായിരിക്കുന്നവരാ. So we see that the people over here, they had lot of needs. കേട്ടോണേ, അവർ ഒത്തിരി ആവശ്യത്തിന് മധ്യത്തിലായിരിക്കുന്നവരാ. They had lot of needs. നമുക്കറിയാം, പത്രോസിന്റെ അമ്മ രോഗിയായിരുന്നു. We know that the mother-in-law of Peter was sick. യേശു അവിടെ ചെന്നു. Jesus went there. പത്രോസ് ഇങ്ങനെ യേശുവിന്റെ കൂടെ നടക്കുക. And Peter is walking with Jesus. പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ചിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തെ വാക്ക് പറയുകയാണെങ്കിൽ ഒരു ഡോള വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവില്ലാതിരിക്കാം പത്രോസ്. So we see that Peter did not have even a single penny to buy a child and all. നാട്ടുകാരെല്ലാം കൂടി അല്ലെ കൂട്ടമായി വിളിച്ചു പറഞ്ഞു കാണും. Probably everybody, all his neighbors might have said, അമ്മായിയമ്മയെ നോക്കാൻ പോലും കഴിവില്ലാത്ത മരുമോനാണല്ലോ ഇവനെന്ന് പറഞ്ഞു കാണും. they might have teased Peter, saying that you don't have a capability to take care of your mother-in-law. വാക്കിന് മുൻപിൽ പത്രോസ് അലഞ്ഞോലഞ്ഞ് നിൽക്കുകയാണ്. Probably he might have heard so many comments like this. ആ സമയത്താണ്
യേശു പത്രോസിന്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. But that is when Jesus went to his house. പത്രോസിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ And Jesus went to his തന്റെ house. അമ്മായിയമ്മ അവിടെ പനിയായി കിടക്കുക. We see that she was sick. യേശു ചോദിച്ചില്ല പനി എത്ര ദിവസം ഉണ്ടായെന്ന് ചോദിച്ചില്ല. Jesus did not ask, how long were you suffering? പക്ഷേ യേശു ഒരു കാര്യം ചെയ്തു. But Jesus did one thing. യേശു അവളുടെ പനിയെ ശാസിക്കുവാനിടയായി. Jesus healed her. ഇന്ന് രാത്രിയുടെ സമയം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, All the people of God who are right before me, ആവശ്യബോധത്തോടുകൂടി ദൈവസനമായിരിക്കുന്നുവെങ്കിൽ, if you are in the presence of God with a willingness to receive, God is ready to do something. ഒരു പരമാർത്ഥം കൂടി ഞാൻ പറയാം. ഞാൻ വന്നെന്ന് നമ്മുടെ പാസ്റ്റർ എന്നെ ഇവിടെ എന്നെ ഈ ഹോളിന്റെ ഇവിടെ വരെ കൊണ്ടു. So when I came to Tulsa, Sobhan brought me to this place, to this church, എന്നോട് പറഞ്ഞു, and he said, ഞങ്ങളുടെ ചർച്ച ഇതെന്ന് പറഞ്ഞു. I said that this is our church. ദൂരം നോക്കിട്ട് എന്തോ ഒരു ചർച്ച തരുമോ. So when I saw from outside, I thought this is a super big church. എന്നിട്ട് ഈ ഉപവാസ പ്രാർത്ഥന ദൈവമേ ഞങ്ങൾക്ക് ചർച്ച് പണിയണം എളുപ്പം വേഗം ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളുകൊണ്ട് എനിക്ക് ചെറിയൊരു കുത്തുകടി, ഇത്രയും വലിയൊരു ചർച്ച ഉള്ളപ്പം എന്തിനാ ചർച്ച് പണിയണമെന്ന് ഈ പ്രാർത്ഥിക്കുന്നത്. So then I heard people praying for a new church and a bigger church. Then I was thinking, why are they praying for a bigger church now? പക്ഷെ ഞാൻ ഇന്ന് ഇതിനകത്ത് കയറിയപ്പോൾ അറിയത് ഇത് പോരാ. So when I stepped into this place, that is when I understood this is not enough. ഇതിനകത്ത് മാക്സിമം വന്ന ഒരു 100 പേര് കൂടി ഇരിക്കുമെന്ന് എനിക്ക്. So we can hardly accommodate around 100 people. ഇവിടെ വന്നപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. So when I saw this place, ഇത്രയും കൂടി നീളമുള്ള ഒരു ചർച്ച ഉണ്ടാകലേ ഇവിടെ നടക്കത്തുള്ളൂ. I understood that we need double fold or triple fold of this size church. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാവോ? ഇതൊന്നും പോരാ. ഇതൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണ് സ്തോത്രം പറയുന്നത്. ഞാൻ അമേരിക്കയിലെ ആദ്യത്തെ സ്റ്റേജായത്. ഇത്രയും പോരാന്നേ. ഞാനിവിടെ കയറി വന്നപ്പോഴാ ഓർത്തു, ഇത്രയും പോരെ ശരിയല്ലയോ? ഈ പാവത്വങ്ങളെ ഉപവസിച്ച ദൈവസനക്കാരിന്ന് ദൈവമേ ഞങ്ങൾക്കൊരു ഹോള് പണിയണമേ, വിശാലമായൊരു ഹോൾ ആവശ്യമാണ് എന്നൊക്കെ പ്രാർത്ഥിച്ചൊരു താല്പര്യം എനിക്ക് ഇതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത്. So when I got into this church, that is when I understood the reason why the children of God are crying and fasting for a bigger church. പരമാർത്ഥമായിട്ട് ഞാൻ പറയാം മക്കളെ, I'll tell you one thing. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. I sat there and I was praying to ദൈവമേ God. ഈ ചർച്ചിന് എത്രയും എളുപ്പമാക്ക ഒരു വിശാലത കൊടുത്ത നിന്റെ ജനത്തെ ദൈവം മാനിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനിടയായി. I was praying for this church and I prayed God that God will expand the boundaries of this church. സ്തോത്രം സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ സ്തോത്രം കവർന്നുകോമില് യേശു കവർന്നുകോമിൽ ചെന്നിട്ട് പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് വിടുതൽ കൊടുത്തു. So here we see that Jesus healed the mother-in-law of Peter. ഇതറിഞ്ഞപ്പോൾ നാട്ടിലും അടുത്തുള്ളവരെല്ലാം രോഗികളെ കൊണ്ട് വന്നു. And when people around heard this, they brought all the sick people. ഇന്ന് പകൽ സമയം, ഇന്ന് രാത്രിയുടെ സമയം ഒരു കാര്യം ഓർക്കട്ടെ. Tonight we should remember one thing. ഹല്ലേലൂയ, യേശു രോഗികളെ വിടുവിക്കുന്ന ദൈവമാണ്. Jesus can heal all the sicknesses. പലപ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ ചിന്ത എന്തെന്നറിയാമോ? But many times we think, ഞാനൊരു സഭാശുശ്രൂഷനായതുകൊണ്ട് പറയാം, since I'm a church pastor, സ്തോത്രം, നമ്മൾ ആരെങ്കിലും രോഗിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടന്ന് ഫോൺ ചെയ്തിട്ട് പറയും, പക്ഷേ എനിക്കൊന്ന് പ്രാർത്ഥിച്ചാണ്. പുള്ളിക്കാരൻ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, മാർക്കറ്റിലായിരിക്കും. പക്ഷെ നമ്മൾ വിളിച്ചവൻ ശരീരത്തിൽ നല്ല സുഖമില്ല കേട്ടോ, ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. So when we are unwell, we usually call our pastors and we say that, Pastor, would you mind praying for me? പാസ്റ്ററും ഇവിടുന്നോട് മറ്റേ പാവ പിടിച്ച ദൈവമക്കള് ഉപവാസത്തോട് കൂടി വന്ന് ദൈവമക്കളോട് പറയാം, ഇന്ന പോലെ എല്ലാവരുടെയും പേര് ഏതൊക്കെയാണെന്ന് അറിയത്തില്ല, ഏതെങ്കിലും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയാണെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ പേര് തന്നെ ഞാൻ പറഞ്ഞോളാം. ചടിച്ചായ നമുക്ക് തമ്മിൽ യാതൊരു പടക്കില്ല. ഞാൻ രാവിലെ പറഞ്ഞു, അച്ഛാ ഞാൻ മറക്കാത്ത ഒരു പേരുണ്ടെങ്കിൽ എൻ്റെ പേരേ ഉള്ളെന്ന് പറഞ്ഞു. അത് അച്ഛൻ്റെ പേരും ഞാൻ മറക്കത്തില്ല. സണ്ണി ബ്രദർ സുഖമില്ലായിരിക്കുന്നു, സണ്ണി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണം. So we see that the pastor started proclaiming this prayer request in the congregation and everybody started praying for Sunny brother. അറിയാമോ, ഞാൻ പിക്നിക്കിന് പോയിരിക്കുക.
But I'm not in the church. The person who is in need is not in the church. ഇന്ന് പകൽ സമയം ഇന്ന് രാത്രിയുടെ സമയം ദൈവമക്കൾ ഒരു കാര്യം അറിയട്ടെ. But today we should understand one thing. കവർന്നഹോമിലുള്ളവരാ ഒരു വിടുതൽ കണ്ടപ്പോൾ എല്ലാവരും യേശുവിന്റെ അടുക്കൽ കടന്നു വരികയാണ്. So here when Jesus performed a miracle, that is when the people of Capernaum, they assembled to this place. ഹല്ലേലൂയ. ഇന്ന് രാത്രിയുടെ സമയം ഒരു കാര്യം ഓർക്കട്ടെ. ആവശ്യമുള്ളവരെ ഹല്ലേലൂയ അവരെ തൃപ്തിപ്പെടുത്തി അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. So today we should understand that our God is the one who actually fulfills the desires of our heart. നമുക്കറിയാമല്ലോ ഈ ലൂക്കോസ് അധ്യായത്തിൽ വന്നപ്പോൾ ഹല്ലേലൂയ അവിടെ പക്ഷപാത രോഗിയോട് പറയാണ് നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. So here we see Luke chapter 5 verse 20. There we see that, friend, your sins are forgiven. ചോദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. So there were people who were questioning that. പക്ഷേ യേശു പറയാണ് എഴുന്നേറ്റ് നടക്കാന്ന് പറയാൻ എനിക്ക് കഴിയും. Jesus is saying that I can declare a sentence പക്ഷേ കേവലം വിടുതലും മാത്രമല്ല ദൈവമക്കളെ ആവശ്യം. to get up and walk, but it is not only a miracle that you need. സമയം അലിയ രക്ഷിക്കപ്പെടാത്ത ദൈവമക്കളാ. If there is anyone who സ്നാനപ്പെടാത്ത ദൈവമക്കൾ, who has not repented or baptized, പ്രാപിക്കാത്തവരാ, or if you have not received the Holy Spirit, if you are here, ഞാൻ നിങ്ങളോട് ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ. let me tell you something. ഒരു വിടുതലിന് വേണ്ടി മാത്രമല്ല നമ്മൾ കർത്താവിനെ നമ്മൾ അംഗീകരിക്കണം. Don't brand Jesus as a person who just performs miracles. He is also a savior who can redeem us from our sins, and we should believe him. സ്തോത്രം. അപ്പോൾ ഈ കവർന്നഹോമിന്റെ രണ്ടാമത്തെ പ്രത്യേകത അവിടെ ഒത്തിരി ആവശ്യക്കാരുണ്ടായിരുന്നു. So the second speciality of this place is that there were a lot of people with a lot of needs. ഇവിടെ ഇങ്ങനെയാണ് അല്ലയോ ഇത് ഫാസ്റ്റായിട്ട് കറങ്ങും. നാലാം അധ്യായം 13-ാം വാക്യം മത്തായി സുവിശേഷം. Matthew chapter 4 verse 13, and that's the third speciality. മതിയമ്മ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. There we see യേശുവിനെ ആദരിച്ച സ്ഥലമാ, അംഗീകരിച്ച സ്ഥലമാ, കൈക്കൊണ്ട സ്ഥലമാ. There we see that Capernaum is the place where Jesus was accepted. കവർന്നഹോമിന്റെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. I said three specialities. ദൈവത്തിന്റെ പ്രവചനം നിറവേറ്റിയ സ്ഥലം. The first one is the land where the prophecy of God was fulfilled. രണ്ട് ആവശ്യക്കാരെ കൊണ്ട് തിങ്ങിയ സ്ഥലം. And the second one is this is the land where a lot of people had a lot of needs. മൂന്നാമതായിട്ട് ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ അംഗീകരിച്ച സ്ഥലം, ആദരിച്ച സ്ഥലം. And the third point is Capernaum is the place where they have accepted Jesus. പക്ഷേ ഒരിക്കൽ ഈ കവർന്നഹോമിനെ നോക്കിക്കൊണ്ട് യേശു ഒരു കാര്യം പറഞ്ഞു. But once Jesus said one thing by looking at Capernaum. 11:23 മത്തായി സുവിശേഷം. Matthew chapter 11 verse 23. മതി. അപ്പോൾ അവിടെ വായിക്കുകയാണ്. There we see that കവർന്നഹോമേ നീ ഒന്നുകൂടെ വായിച്ചാ അവനു നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും നീ പാതാളം വരെ താണു പോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ നോക്കിക്കാട്ടെ. ഒരു നാൾ കവർന്നഹോമിൽ അനേക അത്ഭുതങ്ങൾ ചെയ്ത ദൈവം. So there was a time where Jesus performed a lot of miracles at Capernaum, but now Jesus is looking at Capernaum and he is feeling sorry for that. What does it mean? So I know that you understand the word of God well. What is the meaning of this? There is only one meaning. So they have received a lot of miracles from God, but they were not ready to stand as a witness for him. In previous days we have received a lot of blessings from God. We have received a lot of
miracles from God. ചോദിച്ചാലും നിലച്ചാലും അത്യന്തപരമായ നന്മകളാണ് ദൈവം നമ്മെ നടത്തിയവനാണ്, ഉയർത്തിയവനാണ്. We have received a lot of blessings beyond our capabilities. ഇന്ന് നമ്മുടെ അവസ്ഥ അങ്ങനെയുണ്ട്. But today, look at our stand. ഒരു നാൾ ഉപവാസമുണ്ടായിരുന്നു. There was a time wherein we used to fast. There was a time wherein we used to pray. ഒരു നാൾ രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. There was a time wherein you used to sit for the whole night നമ്മുടെ അവസ്ഥ and അങ്ങനെയായിരിക്കുന്നു. pray. But now, how is your ഒന്ന് തിരിഞ്ഞ് situation? ചിന്തിച്ചാട്ട്, Can we examine that for a moment? ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാട്ട്, Can we examine that for a എന്റെ moment? അനുഭവം എങ്ങനെയുണ്ട്? How is my life right now? ദൈവവചനം കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ അനുഭവം എങ്ങനെയുണ്ട്? How is our lives right now? ആ ദൈവം ആഗ്രഹിക്കുന്ന പോലെ So as how God ഞാനും is നിങ്ങളും ഫലം expecting, കഴിക്കുന്നില്ല എങ്കിൽ are we really bearing fruit? ദൈവം നമ്മെ നോക്കിയിട്ട്, കർത്താവ് നമ്മളെ നോക്കിയിട്ട്, So then Jesus will look at us. അയ്യോ കബർന്നഹോമേ എന്ന് വിളിച്ചതുപോലെ If we fail to bear fruit, He will feel sorry by looking at us as നിങ്ങളെ well. നോക്കി ദൈവം വിളിക്കുവാനിടയാകും. He will call us in the same way He called എനിക്കൊരു Capernaum. കാര്യം അറിയാം, But I know one thing. ഇവിടുത്തെ ബീക്കാ ചർച്ചിലുള്ള ദൈവമക്കൾ യൂണിറ്റി സൂപ്പറാ. I know that the people of this church has a great unity. കാരണമുണ്ട്. There's a reason. ഞാനിന്ന് കണ്ടുകൊണ്ട് കണ്ട കാര്യം പറയാം. Today I've witnessed something. ഇന്ന് നമ്മളവിടെ ഗ്രാജുവേഷന് വേണ്ടി പോയായിരുന്നു. So today we went for a graduation ceremony. എനിക്ക് തോന്നുന്നു ഗ്രാജുവേഷന് വന്നവരെല്ലാവരും അവിടെ ഉള്ളവരെല്ലാവരും ഇതിനകത്തില്ലെന്ന് തോന്നുന്നു. ഇല്ലേ? അന്നേരം എൻ്റെ നോട്ടൊക്കെ ശരിയാ. കേട്ടോണേ, ഞാൻ എന്നിട്ട് ലാസ്റ്റിലേ ഞാൻ എൻ്റെ ഭാര്യ ഷൈലയോട് ഞാൻ പറഞ്ഞു, ബീക്ക ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളും ഇവിടെ ഉണ്ടാകും. So after the graduation, I told my wife that all the members of BK are here. എല്ലാവരും അവിടെ ഉണ്ട്. Everybody are there. ഇന്ന് ഗ്രാജുവേഷനായ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം I ചെയ്യാം. praise God for every student who graduated എല്ലാവരുടെ today. പേരൻസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഓരോ പേരൻസ് വന്നിട്ടില്ല. I know that most of them do not have their parents പക്ഷെ here. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നാളെ പറയണമെന്ന് ചിന്തിച്ചത്. But I want to say something. നിങ്ങളെ ഒരു അപ്പനെ പോലെ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഈ സഭയെ നിങ്ങളാരും മറന്നു കളയരുത്. To all the children over here, I would like to say one thing. Do not forget this church, because they stood as your father and your mother when your parents were absent. എന്നോട് ഈ നമ്മുടെ നമ്മുടെ പേര് മറന്നുപോയി. ജെയിംസ് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ അവിടെ പോയാൽ വലിയ ഓഡിറ്റോറിയം പക്ഷേ ഒന്നും കാണാനൊക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ പിള്ളേർ രാജ്യത്ത് നടക്കുമ്പോൾ നമുക്ക് പോകാതിരിക്കാനൊക്കെ എന്തോ കൂറ. James uncle told me that. കിട്ടുമോ ഇത്ര വലിയ സ്നേഹമെന്ന്? James uncle said that although we cannot see everything that's happening on the stage there, but since our children are being graduated, it's our responsibility to go. ഉപവാസത്തിലായിരുന്നു ഞങ്ങളുടെ പാസ്റ്ററും അമ്മാമ്മയും കുഞ്ഞുങ്ങളോട് അതിനകത്ത് വന്നു. And I've also seen pastor who is fasting for full 3 days. He and his family was there. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. I would like to say something ഈ here. ചർച്ചിന്റെ യൂണിറ്റിയാണ് ഈ സഭയുടെ വളർച്ച. So the unity of this church is the reason for its growth. ഞാനിപ്പോ പറഞ്ഞിട്ടിരിക്കും, രാവിലെ പറഞ്ഞ് തെറ്റിപ്പോയെന്ന് ഞാൻ പറയും. കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Amen. നിങ്ങളുടെ യൂണിറ്റി, The unity of this church. പ്രിയമുള്ള ദൈവമക്കളെ, കബർന്നഹോമിനെ പോലെ യേശുവിനിരിക്കാൻ നമ്മുടെ ഹൃദയം കൊടുക്കുക. Can we give our hearts as half Capernaum did to invite Jesus? യേശു ഇരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ കൊടുക്കുക. Can we give our hearts like എന്നിട്ട് Capernaum? നമുക്ക് പറയുവാനിടയാകണം, ദൈവമേ അങ്ങ് എന്നിൽ കൂടി എന്താഗ്രഹിക്കുന്നു അപ്രകാരം ഞാൻ ചെയ്യുവാൻ തയ്യാറാണ് എന്ന് ദൈവ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. And let's say that, Jesus, I would like to live according to your will and your ways. അതിനായി ദൈവം നമ്മെ സഹായിക്കും. May God bless us with this word. നമുക്കൊരു പുതിയ അനുഭവത്തിലേക്ക് മുന്നോട്ട് പോകാം. Let this be a new beginning for our Christian life. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്തിട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് May God bless this church in the days to come. ദൈവം ശുശ്രൂഷയ്ക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ ദൈവദാസനോട് സഭയോടുള്ള നന്ദി അറിയിച്ചു. I would like to thank Pastor and the church for giving me this opportunity. വാക്കുന്നിരിക്കുന്നു. I would like to conclude my words. May God bless us all.